വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റി ഓഫീസിലേക്ക് നിക്ഷേപകരുടെ മാർച്ച്. നിക്ഷേപ തുക തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് ബ്രഹ്മഗിരിയിലെ നിക്ഷേപകർ ഇപ്പോൾ മാർച്ചുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ നിക്ഷേപകർക്കൊന്നും തന്നെ പണം തിരികെ നൽകാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ആധാരമായ കാര്യം. ബ്രഹ്മഗിരിയിലെ നിക്ഷേപകർക്കൊപ്പം തന്നെ ഈ കോഴി കർഷക കൂട്ടായ്മ, അതായത് ഇവിടെ മീറ്റ് പ്രോസസ്സിങ്ങിനായി കോഴി കർഷകർ ഉണ്ടായിരുന്നു, അവർക്കും ഇതുമായി ബന്ധപ്പെട്ട പണം തിരികെ നൽകാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഈ നാട്ടുകാരെല്ലാം, അതായത് ഈ നിക്ഷേപകരെല്ലാം തന്നെ എത്തിയിട്ടുള്ളത്. ഇവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയിരിക്കുന്നത്. ബ്രഹ്മഗിരി നിക്ഷേപകർ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്, ഒപ്പം തന്നെ നേതാക്കൾ വാക്കുപാലിക്കണം, അതോടൊപ്പം തന്നെ ഈ നിക്ഷേപകർക്കെല്ലാം തന്നെ നീതി ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ കൂട്ടായ്മയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള മംഗളം നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് തരത്തിലാണ് ഇങ്ങനെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം ഫാക്ടറി തുറക്കുമെന്ന് പറയുന്നു, അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഫാക്ടറി തുറക്കുന്നത് ഞങ്ങളെ നിക്ഷേപകരെ സംബന്ധിച്ചൊരു വിഷയമല്ല. കാരണം വെച്ചാൽ ഈ സമരത്തെക്കുറിച്ച് ഇതിൻ്റെ ചെയർമാൻ വരെ പറഞ്ഞിട്ടുള്ളത് ഇത് സമാധാനപരമായിട്ട് അവർ നടത്തുന്ന സമരമാണ്. ഇത് നീതിയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ളൊരു സമരമാണ്. ഈ സമരത്തെ പാർട്ടി ഒരിക്കലും തള്ളിപ്പറയുന്നില്ല എന്നാണ് ഇതിന് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എവിടെയാണ് ഈ സ്ഥാപനം ഈ രീതിയിൽ തകർന്നടിയാനുള്ള കാരണം എന്താണ് എന്ന് ഇതിൻ്റെ ആഴത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ അന്വേഷണം നടന്ന് ഇതിന് ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഞങ്ങൾ വിവിധ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലിപ്പോൾ FIR പോലും ഇല്ല, കേസൊന്നും എടുത്തിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 90% ആൾക്കാർ CPM-ന്റെ പ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇതുവരെ CPM-ന്റെ ഒരു ആൾക്കാർ നിങ്ങളുടെ പൈസ എന്തായെന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ വീട്ടിലെത്തിയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് അപ്പർ സൈഡിൽ എന്തെങ്കിലും ചെറിയൊരു അഴിമതിയോ കാര്യങ്ങളോ വരുമ്പോൾ ഞാനടക്കമുള്ളവർ പ്രതിഷേധിക്കുന്ന ഈ പാർട്ടി എന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഓരോ മനുഷ്യരും ഇപ്പോൾ പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. പല ആൾക്കാരും മരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ചെറിയൊരു അറ്റാക്ക് വന്നു. എന്തുകൊണ്ടാണ് ഈ അറ്റാക്ക് വന്നതെന്ന് നമ്മൾ പഠിക്കണം. ഒരു മനുഷ്യന് സ്വസ്ഥതല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതായുസ് മുഴുവൻ പണിയെടുത്ത പൈസ ഇവിടെ ഇവർ മോഹനസുന്ദര വാഗ്ദാനങ്ങളും പറഞ്ഞിട്ട് ഇവർ എത്തിച്ചിട്ട് പണം ഇടിയിപ്പിച്ച് കഴിഞ്ഞിട്ട് കൈയൊഴിഞ്ഞു. ഇപ്പം ആരുമില്ല. ആദ്യം കൃഷ്ണപ്രസാദ് ഒരു സമയത്ത് വരുമ്പോൾ കൃഷ്ണപ്രസാദ്, ഇപ്പം PK സുരേഷ്, ഇനി CEO വരുമ്പോൾ ഇന്നത്തെ CEO ആയിരിക്കില്ല നാളത്തെ CEO. ഞങ്ങൾ ആരോട് പൈസ ചോദിക്കും? പൈസ ചോദിക്കാൻ ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊരു മറുപടി ഉണ്ട്. ഇപ്പോഴാണ് റഫീഖ് വന്നതിന് ശേഷമാണ് ഞങ്ങളോട് പിന്നെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞത്. ഉള്ള പോലെ തന്നെ പറയാം. റഫീഖ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മാത്രം ഞങ്ങൾക്കൊരു ആശ്വാസവാക്ക്, എന്തായാലും പൈസ ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഞങ്ങൾക്കൊരു ആശ്വാസവാക്കുള്ളത്. അതേ സമയത്ത് ഇതിൻ്റെ മുൻപുള്ള ആൾക്കാർ ഞങ്ങൾ പൈസ ചോദിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ട് കൊണ്ടിട്ട് വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ പ്രശ്നം ആഴത്തിൽ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വിഷയം എന്ന് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളടുത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അതേ സമയത്ത് NM വിജയേട്ടൻ്റെ പൈസേൻ്റെ കാര്യം ഇവർ ഭയങ്കര തീവ്രമാക്കി എടുത്ത്. ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിക്ഷേപകരുടെ പ്രതിഷേധം അവിടെ നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.